warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തൽബീസു ഇബ്ലീസ് എന്ന പിശാചിന്റെ കുതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകൾ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചു. അതിൻ്റെ പൂർത്തീകരണം എന്നോണമാണ് ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. പിശാചിന്റെ ഏതെല്ലാം കുതന്ത്രങ്ങളുണ്ടെങ്കിലും അതെല്ലാം ദുർബലമാണ് എന്ന് പൊതുവെ ഖുർആൻ പരിചയപ്പെടുത്തി. ഇന്ന കൈദ ശൈത്വാനി കാന ളഈഫ. പിശാചിന്റെ എല്ലാ കുതന്ത്രങ്ങളും ദുർബലമാണ്, ളഈഫാണ്. കാര്യമായി വലിയ ഒന്നും ചെയ്യാൻ അവനെ കൊണ്ട് കഴിയുകയില്ല. ഏറെ ദുർബലമായ ചെറിയ ചില പ്രതിരോധം കൊണ്ട് തന്നെ തകർത്തെറിയാൻ പറ്റാവുന്ന തന്ത്രങ്ങളാണ്, കുതന്ത്രങ്ങളാണ് അവൻ മെനയുകയും പയറ്റുകയും ഒക്കെ ചെയ്യുന്നത്. രക്ഷയ്ക്കുള്ള മാർഗം, ഏറ്റവും പ്രധാനമായ ഒന്നാമത്തെയും പ്രധാനമായതുമായ മാർഗം ദിക്റുല്ലാഹ്, റബ്ബിനെ സ്മരിക്കുക എന്ന് തന്നെയാണ്. പടച്ച റബ്ബിനെ ഓർക്കുകയും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിക്കുകയും തൗഹീദ് ഒന്നുകൂടെ ഉറപ്പിക്കുകയും തഖ്വ കൂട്ടുകയും ഈമാൻ വർദ്ധിപ്പിക്കുകയും ദിക്ർ ദുആകൾ സജീവമാവുകയും ഒക്കെ ചെയ്യൽ സുരക്ഷയായി പ്രമാണങ്ങളെ പരിചയപ്പെടുത്തി ഏറ്റവും മുഖ്യമായ കാര്യമാണ്. സൂറത്തുൽ അഅറാഫിൽ 201-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. തഖ്വയുള്ള ആളുകൾ പൈശാചികമായ എന്തെങ്കിലും വല്ല സ്വാധീനങ്ങൾ, പ്രേരണകൾ അവർക്ക് ബാധിച്ചാൽ തന്നെ അവർ റബ്ബിനെ ഓർക്കുന്നു, ബോധവാന്മാരായി മാറുന്നു. അതോടുകൂടി അവർ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാൻ ആവശ്യമായ വഴികൾ അവർ സ്വീകരിക്കുന്നു എന്നർത്ഥം. തെറ്റുകൾ പറ്റിപ്പോയേക്കാം പൈശാചികമായ പ്രേരണയാൽ. തെറ്റാണ് എന്ന് എപ്പോൾ ബോധ്യമായോ അവിടെ അവസാനിപ്പിക്കുക, ആ തെറ്റിൽ നിന്ന് പിന്മാറുക, തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക. അതാണ് അതിനുള്ള പരിഹാര മാർഗം. വലം യുസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയല്ലോ. തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കാത്ത ആളുകൾ, അവർക്കാണ് തൗബയുള്ളത് എന്നാണ് ഖുർആനിന്റെ അധ്യാപനം. അതുകൊണ്ട് പിശാചിന്റെ എന്തെല്ലാം കെണികളുണ്ടെങ്കിലും ആ കെണികളെ പറഞ്ഞ് പ്രവചീകരിച്ച് അത് ബേജാറായി നടക്കുകയല്ല വേണ്ടത്. അവനൊന്നുമല്ല, ദുർബലനാണ് എന്ന് മനസ്സിലാക്കുകയും എന്നാൽ ഒരു സ്ഥിരം ശത്രുവായി എന്റെ കൂടെ എപ്പോഴും ഉള്ളവനാണ്, രക്ഷയ്ക്കുള്ള മാർഗങ്ങളാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ആ മാർഗങ്ങളെ പ്രാവർത്തികമാക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിത്യജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പിശാചിന്റെ ഉപദ്രവത്തിൽ രക്ഷപ്പെടാനായി അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഒരുപാട് മാർഗങ്ങൾ, സൂക്ഷ്മതകൾ, മുൻകരുതലുകൾ എല്ലാം നമുക്ക് കാണാൻ കഴിയും.
അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. ചെറിയ 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 കാര്യങ്ങളാണെങ്കിൽ പോലും പിശാച് നമ്മിലേക്ക് കയറാൻ ശ്രമിക്കുന്ന, സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ചില വഴികളാണതൊക്കെ. ആ വഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ, തടയാനുള്ള മാർഗങ്ങളാണ് നബിതങ്ങൾ പ്രത്യേകമായി എണ്ണി പറഞ്ഞൊരു 10-20-30ഓളം കാര്യങ്ങൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ഒന്ന് ഹദീസ് വന്ന കാര്യമാണ് തസാഉബ്, കൂട്ടുവായിടൽ. അത് പൈശാചികമാണ് എന്ന് പ്രത്യേകം നബിതങ്ങൾ പറഞ്ഞു. തസാഉബ് മിനശ് ശൈത്വാൻ, കൂട്ടുവായിടൽ പൈശാചികമാണ്, ഒരു മനുഷ്യന്റെ ആലസ്യമാണ്, അവനെ ഉന്മേഷം കുറക്കുന്നതാണ്. അത്തരം സന്ദർഭത്തിലാണല്ലോ കൂട്ടുവായി വരിക. അവിടെ പ്രത്യേകമായി അത് ഒതുക്കാൻ പറഞ്ഞു. ഇദാ തസാഅബ അഹദുകും ഫൽയുംസിക് ബിയദിഹി അലാ ഫീഹി, കൂട്ടുവായിടുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് വായ അവൻ പൊത്തിവെക്കട്ടെ. ഫഇന്ന ശൈത്വാന യദ്ഖുൽ, പിശാച് പ്രവേശിക്കും എന്ന് തന്നെ നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. കാവലിനെ തേടുക, അതോടൊപ്പം തന്നെ വായ പൊത്തിപ്പിടിക്കുക. ഒന്നാകെ കൂട്ടുവായിടൽ അത് പിശാചിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിന് ഒരു മാർഗം നൽകാതിരിക്കുക എന്നുള്ളത്, പരമാവധി ഒതുക്കി വെക്കുക. കൂട്ടുവായിടുമ്പോഴേക്ക് ഭയങ്കര ശബ്ദത്തിൽ ഭയങ്കരമായിട്ട് കൂട്ടുവായിടൽ നല്ലതല്ല. അത് പരമാവധി ഒതുക്കി നിർത്താൻ ശ്രമിക്കുകയും പിശാചിന് ഇഷ്ടമുള്ള ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കി അത് ആ ജാഗ്രത ഉണ്ടാവുകയും വേണം എന്നർത്ഥം. അതേപോലെ ഭക്ഷണപാനീയങ്ങളിൽ 3-4 കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഒന്ന്, ഭക്ഷണ മര്യാദകൾപ്പെട്ടതാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത്. നിന്ന് ഭക്ഷണം കഴിക്കുന്നവന്റെ കൂടെ പിശാചും കൂടെ കഴിക്കുമെന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. നബി തങ്ങൾ പറഞ്ഞു, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ കൂടെ പിശാച് കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ നബി തങ്ങൾ പഠിപ്പിച്ച മാതൃകയാണ് ഇരുന്ന് കഴിക്കൽ. അത് അങ്ങനെ തന്നെ ശീലിക്കുക. തിന്നുകയാലും കുടിക്കാലും ഒക്കെ ഇരുന്നു കൊണ്ട് കഴിക്കുക എന്നതും പ്രധാനമാണ്. ബിസ്മി ചൊല്ലി കഴിക്കൽ പ്രധാനമാണ്. വലതു കൈ കൊണ്ട് കഴിക്കൽ പ്രധാനമാണ്. താഴെ വീണത് എടുക്കലും പ്രധാനം. ഈ 4ലും പൈശാചികമായ ഇടപെടൽ ഉണ്ട് എന്നാണ്. നിന്ന് കഴിക്കൽ പിശാചിന് ഇഷ്ടമാണ്. അതുപോലെ ബിസ്മി ചൊല്ലാതിരിക്കൽ പിശാചിന് ഏറെ താല്പര്യമുള്ളതും അവന് കയറാൻ ഒരു ചാൻസുമാണ്. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവർക്ക്. ഇടതു കൈ കൊണ്ട് ഭക്ഷണം കഴിക്കൽ പൈശാചിന്റെ അടയാളമാണ്, അവന്റെ ശീലമാണ് എന്ന് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടു. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്വാന യഹ്ദുറു അഹദകും ഇൻദ കുല്ലി ശൈഇൻ മിൻ ശഅനിഹി, നിങ്ങൾ ഒരാളുടെ എല്ലാ കാര്യത്തിലും പിശാച് അവിടെ സന്നിഹിതമാകും. ഹത്താ യഹ്ദുറു ഇൻദ തുആമിഹി, ഭക്ഷണം കഴിക്കുന്നിടത്ത് വരെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവും. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാത്തിലും പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവും, ഭക്ഷണ രംഗത്ത് വരെ. അതിനാൽ ഒരു ഭക്ഷണത്തിന്റെ ഒരു ഉരുള താഴെ വീണ് കഴിഞ്ഞാൽ അതിലെ പറ്റിപ്പിടിച്ച മാലിന്യം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി അതവൻ കഴിക്കട്ടെ. അതവൻ കഴിക്കട്ടെ. ശൈത്വാന് വേണ്ടി നിങ്ങളത് ഒഴിവാക്കി ഇടരുത്. താഴെ വീണ ഭക്ഷണം എടുക്കുക എന്നുള്ളത് പിശാചിന് സഹിക്കാൻ പറ്റാത്തതാണ്. അത് ഇട്ടുപോകൽ ശൈത്താൻ ഇഷ്ടമാണ്. അവിടെ ഒരുപാട് പോരായ്മകൾ വരുന്നുണ്ട്. ഭക്ഷണം വേസ്റ്റ് ആക്കൽ വരുന്നുണ്ട്, അതിന്റെ ഹുർമത്ത് ഇല്ലാതാക്കൽ വരുന്നുണ്ട്, നബിയുടെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കൽ വരുന്നുണ്ട്. എവിടെയും നബിയുടെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കാവുന്നതാണ് പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം താഴെ വീണാൽ അത് എടുക്കുന്നു. വല്ല അഴുക്കോ പൊടിയോ മണ്ണോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടിക്കൊട്ടി ഒഴിവാക്കി അതവൻ കഴിക്കുന്നു. ശൈത്വാന് വേണ്ടി അതവൻ ഒഴിവാക്കിയിടരുത് എന്ന് നബി പ്രത്യേകം പറഞ്ഞു. അപ്പൊ ഭക്ഷണം താഴെ വീഴൽ ശൈത്താൻ ഇഷ്ടമാണ്, അത് കഴിക്കാതെ ഒഴിവാക്കി പോകലും ശൈത്താൻ ഇഷ്ടമാണ്. അത് അവന്റെ ഒരു എൻട്രിയാണ്. അപ്പൊ അത് നൽകാതിരിക്കുക. ഇടത് കൈ കൊണ്ട് കഴിക്കലും ഇതുപോലെ തന്നെയാണ്. നബി തങ്ങൾ പറഞ്ഞു, ലിയകുൽ അഹദുകും ബിയമീനിഹി വൽയശ്റബ് ബിയമീനിഹി വൽയഖുദ് ബിയമീനിഹി വൽയുഅതി ബിയമീനിഹി. നിങ്ങളെല്ലാം ഭക്ഷണം കഴിക്കേണ്ടത് വലത് കൈ കൊണ്ടാണ്.
വെള്ളം കുടിക്കേണ്ടതും വലത് കൈ കൊണ്ടാണ്, കൊടുക്കേണ്ടതും വലത് കൈ കൊണ്ട് തന്നെയാണ്, പിടിക്കേണ്ടതും വലത് കൈ കൊണ്ട് തന്നെയാണ്. എല്ലാത്തിലും വലതിനെ മുന്തിക്കുക. കാരണം പിശാച് തിന്നലും കുടിക്കലും എടുക്കലും കൊടുക്കലും ഇടത് കൈ കൊണ്ടാകുന്നു. അപ്പൊ തിന്നലും കുടിക്കലും മാത്രമല്ല, തിന്നുമ്പോ ഇടത് കൈ കൊണ്ട് തന്നെ നമ്മളൊക്കെ കഴിക്കുന്നുള്ളത്. വെള്ളം കുടിക്കുമ്പോൾ പല ആളുകളും ഇടത് കൈ കൊണ്ട് കുടിക്കാറുണ്ട്. ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ പോലും ചില മനുഷ്യന്മാരെ കാണാം ഇടത് കൈ കൊണ്ട് കഴിച്ച് പിന്നീട് ആ ഗ്ലാസ് ഒഴിവാക്കുകയും ചെയ്യും. ഇത് ശൈത്താൻ ഇഷ്ടപ്പെട്ടൊരു മാർഗമാണ്. അപ്പൊ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ചിലപ്പോൾ വിജയിച്ചോളുന്നില്ല. അവിടെയും അവൻ വിജയിക്കുന്ന മറ്റൊരു മാർഗം ആയിക്കോട്ടെ, തിന്നൽ വലത്തെ കൈ കൊണ്ട് ആയിക്കോട്ടെന്നാല് ഇടത് കൈ കൊണ്ട് വെള്ളമെങ്കിലും കുടിപ്പിക്കണം എന്ന ഒരു ഇതിലേക്കാണ് ശൈത്താൻ പിന്നെ വരിക. അതേപോലെ എടുക്കലും കൊടുക്കലും വലത് കൈ കൊണ്ട് കാണാം. വല്ലതും കൊടുക്കുകയാണെങ്കിൽ വാങ്ങുകയാണെങ്കിൽ ഒക്കെ വലത്തെ കൈ കൊണ്ടാണ് കൊടുക്കേണ്ടത്. കടയിൽ സാധനം വാങ്ങി പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, അവിടെയൊക്കെ നമ്മൾ വലത് കൈ കൊണ്ട് മുന്തിക്കാതെ പ്രധാനമാണ്. ശൈത്താന്റെ ശീലമാണ് അവിടെ ഇടത് കൈ കൊണ്ട് കൊടുക്കലും വാങ്ങുകയും ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവിടെ ഇടത്തെ കൈ കൊണ്ട് നമ്മളും ഇതൊക്കെ ചെയ്യുമ്പോൾ ശൈത്താൻ ഇഷ്ടമായി. അവന്റെ നടപടിയാണ് അപ്പൊ ഫോളോ ചെയ്തത്. നബിയുടെ സുന്നത്തിനെ മാറ്റിവെച്ച് ശൈത്താന്റെ നടപടിയെ ഫോളോ ചെയ്യുന്ന രീതി അവിടെ വരുന്നു എന്നർത്ഥം. അപ്പൊ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ ഭക്ഷണം കഴിക്കലും ബിസ്മി ചൊല്ലലും അങ്ങനെ തന്നെയാണ്. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ പിശാച് പറയും, ഇതാ നമുക്കിവിടെ ഭക്ഷണമുണ്ട് എന്ന് പറയുന്നതാണ്. ഭക്ഷണമുണ്ട്, നമുക്കിവിടെ താമസയിടമുണ്ട് എന്ന് പറഞ്ഞ് പിശാച് കൂടെ കൂടുമെന്ന് ഹദീസുകൾ പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക. അഥവാ മറന്നാൽ പോലും നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറുഹു എന്ന് അവൻ ചൊല്ലട്ടെ എന്ന് പോലും നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അത് ശൈത്താനെ പരാജയപ്പെടുത്തുന്ന പിന്മാറ്റുന്ന കാര്യമാണ് എന്നർത്ഥം. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ് ധൂർത്ത്, അമിതവ്യയം, ഇസ്റാഫ്. അത് ഏത് രംഗത്തും, പണത്തിൽ മാത്രമല്ല, പണം അമിതമായി ചെലവഴിക്കൽ, സമയം അനാവശ്യമായി ചെലവഴിക്കൽ, ഭക്ഷണം അനാവശ്യമായി ചെലവഴിക്കൽ, ഇങ്ങനത്തെ ഏത് രംഗത്തും അമിതവ്യയം എന്നുള്ളത് പിശാചിന് ഏറെ ഇഷ്ടമാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു റബ്ബിഹി കഫൂറ. സൂറത്ത് ഇസ്രാഈലെ 27-ാമത്തെ വചനമാണ്. അമിതവ്യയം ധൂർത്തടിക്കുന്ന ആളുകൾ അവർ പിശാചിന്റെ സഹോദരന്മാരാകുന്നതാണ്. ശൈത്താന്റെ ബ്രദേഴ്സ്, സഹോദരന്മാരാണ് അമിതവ്യയം ചെയ്യുന്ന ആൾ. അപ്പൊ എവിടെയും ഓവറാകാൻ പാടില്ല. സ്വതക്കയിൽ പോലും അല്ല പറഞ്ഞാണ്, സ്വതക്ക ചെയ്യുന്നിടത്ത് പോലും ചെലവഴിക്കുന്നിടത്ത് പോലും അമിതമാവാതിരിക്കുക എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. വസീയത്ത് ചെയ്യുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു പരമാവധി 3-1 അതിലേറെ പറ്റില്ല. സമ്പത്തൊന്നാകെ വസീയത്ത് ചെയ്യുക അത് പാടില്ല. ആരോഗ്യമുള്ള സമയത്ത്, നന്നായി അധ്വാനിക്കാൻ പറ്റുന്ന സമയത്ത് ഒരാൾക്ക് വേണ്ടി സമ്പത്ത് മൊത്തം കൊടുക്കാം, വിരോധമൊന്നുമില്ല. മരിക്കാൻ കിടക്കുമ്പോ എന്റെ മുഴുവൻ സമ്പാദ്യം ജാമ്യ അൽ ഹിന്ദ് എന്ന് പറഞ്ഞാല് അത് മുഴുവൻ സ്വീകരിക്കും. 3-1 പറ്റുള്ളൂ. ആരോഗ്യമുണ്ട്, അധ്വാനിക്കാൻ പറ്റുന്നുണ്ട്, അവിടെ ഇനി സമ്പാദിക്കാനുള്ള സമയമുണ്ട്, ഓക്കെ, ആ സമയത്ത് മൊത്തം കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങാൻ പറ്റും. വസിയത്ത് പറ്റൂല. അപ്പൊ അവിടെ പോലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു. അനാവശ്യമായി ഏത് കാര്യവും നമ്മൾ കയ്യിൽ കിട്ടിയ റബ്ബിന്റെ നിഅ്മത്തുകളെ ഏതിനെയും അനാവശ്യമായി വിനിയോഗിക്കുക എന്നുള്ളത് അത് വിലക്കപ്പെട്ട, നിരുത്സാഹപ്പെടുത്തപ്പെട്ട കാര്യമാണ് എന്നർത്ഥം. അത് പാടില്ല. അതുപോലെ മറ്റൊന്ന് യാത്രകളിൽ പാലിക്കേണ്ട മര്യാദകൾ. ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഒറ്റക്കുള്ള യാത്രകൾ ശൈത്താൻ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഒറ്റക്ക് പോയിക്കൂടാതാണ്. നബി തങ്ങൾ പറഞ്ഞു, അർറാകിബു ശൈത്വാനൻ വറാകിബാനി ശൈത്വാനാനി വസ്സലാസതു റക്ബുൻ. ഒറ്റക്ക് പോകുന്നവൻ ശൈത്താനാകും. 2 പേരുണ്ടെങ്കിലും ശൈത്താന്മാരാകും. 3 പേരാണ് യാത്രാ സംഘം. അപ്പൊ സംഘമായിട്ടാണ് എപ്പോഴും പോകാൻ നല്ലത്. ഒരു യാത്രയിലാണെങ്കിൽ സംഘമായി പോവുകയാണ് എപ്പോഴും നല്ലത്. മിനിമം 3 പേർ, അതിലേറെ എത്രയുമാവാം. അതിപ്പോ എനിക്ക് പേജാ ഞാൻ പോയിക്കോളാം, എനിക്ക് ഒറ്റക്ക് പോകാം എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല എന്നർത്ഥം. ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് മരുഭൂമികൾ, ഒഴിഞ്ഞ പ്രദേശങ്ങൾ, അവിടെ കഴിയും. പ്രത്യേകിച്ചു ആള് മനുഷ്യരുള്ളത് ഫ്ലൈറ്റിൽ പോവാണ്, ട്രെയിനിൽ പോവാണ്, അവിടെ ഒറ്റക്കല്ല, അവിടെ ധാരാളം ആളുകൾ കൂടെയുണ്ട്. അതൊന്നുമല്ല നമ്മളെ വണ്ടി എടുത്ത ഒറ്റക്ക് ഇങ്ങനെ പോവുക,
ഒരാള് മനുഷ്യരുമില്ലാത്ത വിജനമായ പ്രദേശങ്ങൾ, അവിടേക്ക് ഒറ്റയ്ക്ക് പോവുക, അത് പ്രത്യേകിച്ചും നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതുപോലെ ചെറിയ കത്താണ്, അത് ചില ആളുകൾ പരിഹസിക്കുകയും അങ്ങനെയാണെങ്കിൽ പിന്നെ അപ്പുറത്തെ വെന്റിലേറ്റർ അവിടെ ഇവിടെ മറ്റേ പിന്നെ ഹോളുണ്ടാവും, അതുകൂടെ കയറി കൂടെ, അതൊക്കെ പരിഹാസങ്ങളാണ്. ഇത് ബിസ്മിയുടെ ബർക്കത്ത്. ബിസ്മിൻ ചൊല്ലി അടച്ചൊരു വാതിൽ പിശാച് തുറക്കയില്ല. അല്ലാതെ ബിസ്മി ചൊല്ലുന്നില്ല, അള്ളാനെ സ്മരിക്കുന്നില്ല, വീട്ടിൽ കയറുമ്പോൾ പ്രാർത്ഥന ചൊല്ലുന്നില്ല എങ്കിൽ പിശാച് കൂടെ കയറും. അവൻ കൂടെയുള്ള ശൈത്താന്മാരോട് പറയും, നമുക്ക് ഇവിടെ താമസിക്കാം, രാത്രി താമസിക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടി, നമുക്ക് ഇവിടെ കൂടാം എന്ന് പറയുമെന്ന് പ്രത്യേകമായി ഹദീസിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. അക്കാര്യം ശ്രദ്ധിക്കണം. അതേപോലെ അങ്ങാടികളിൽ ആദ്യം വരുന്നവരും അവസാനം പോകുന്നവരും നമ്മളാകാൻ പാടില്ല എന്നാണ്. പക്ഷേ ശൈത്താന് ഏറെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അങ്ങാടികൾ. കാരണം ഏതാണ്ട് എല്ലാ തിന്മകളും സംഗമിക്കുന്ന സ്ഥലങ്ങളാണല്ലോ മാർക്കറ്റുകൾ. അവിടെ കളവും ചതിയും വഞ്ചനയും ഗീബത്തും നമീമത്തും പരിഹാസവും അതേപോലെ കൊള്ളലാഭങ്ങളും പൂഴ്ത്തിവെപ്പും തട്ടിപ്പും തുടങ്ങി എല്ലാ തരം തിന്മകളുടെയും ഒരു ഇടമാണ് അങ്ങാടികൾ. അതുകൊണ്ട് തന്നെ പിശാചിന് ഏറെ ഇഷ്ടപ്പെട്ട സ്ഥലം അങ്ങാടികളാണ്. ശൈത്താന്റെ കേന്ദ്രം, അവന്റെ ഓഫീസ് എന്ന് പറയുന്നത് അങ്ങാടിയാണ്. അവനവന്റെ പതാക നാട്ടുക അങ്ങാടികളിലാണ് എന്ന് ഹദീസിൽ കാണാൻ പറ്റും. ഒരു കേന്ദ്രം അതാണ്. ഒരു കൊടി കാട്ടി ഓഫീസ് ഇട്ട് അവൻ അവിടെ നിൽക്കും. അവിടെയാണ് എല്ലാ വേണ്ടാത്തരങ്ങളും വരിക, എല്ലാ തുദാസങ്ങളും വരിക. ആണും പെണ്ണും മിക്സാവിൽ അവിടെയാണ്. അനാവശ്യമായ ചിന്തകൾ അവിടുന്നാണ് വരിക, അനാവശ്യമായ കച്ചവടങ്ങൾ അവിടെ ഉണ്ടാവുക. എല്ലാത്തിന്റെയും കേന്ദ്രം അങ്ങാടികളാണ്. അതുകൊണ്ട് അങ്ങാടിക്ക് പോകുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ആവശ്യം കഴിഞ്ഞാൽ വേഗം പോരാൻ പറഞ്ഞു. വെറുതെ അങ്ങാടിയിൽ പോയി നിന്നെ വർത്തമാനം പറഞ്ഞിരിക്കുന്നതും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. നമ്മുടെ നാട്ടിൽ രാവിലെ കാഴ്ച എടുക്കാൻ വേണ്ടി അങ്ങാടിക്ക് പോകുക, പരി ചായപ്പൊടി പഞ്ചസാരയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആളുണ്ട്. പക്ഷെ എന്നാലും അത് പീടി പോയി കുടിച്ചാലേ ശരിയാവുള്ളൂ. അവിടെ പോയി ഒരു 2 മണിക്കൂർ ഇരുന്ന് വടായി പറഞ്ഞ് ഉള്ളിടത്തുള്ള ആമ്പിലൊക്കെ ബാത്തിലാക്കിയിട്ടാണ് പോരുക. ചായ കുടിക്കാന്നുള്ള പേരാണെങ്കിലും യഥാർത്ഥ ചായ കുടിക്കാൻ ശൈത്താൻ കൊണ്ടുപോകണവനെ, ആ പേരിൽ ഓനെ എല്ലാ ആമ്പിലും ബാത്തിലാക്കാനുള്ള പണിയാണ്. അപ്പൊ അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകാം, അങ്ങാടി പോകാൻ പാടില്ലാന്നില്ല. പക്ഷെ ആദ്യമായി അങ്ങാടി വരുന്ന ആളും അവസാനമായി പോകുന്ന ആളും ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ്. എല്ലാം ശാന്തമായി കഴിഞ്ഞാൽ, എല്ലാം ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീ അവിടെ പോകരുത്, ഇന്നോട് വർത്തമാനം പറഞ്ഞിരിക്കരുത് എന്ന് നബി പ്രത്യേകം പറഞ്ഞു. കാരണം അല്ലാഹു തആല അവന്റെ സൃഷ്ടികൾ എന്തിനെല്ലാമാണ് ആ സമയത്ത് അവിടെ വ്യാപകമാക്കാൻ നിനക്കറിയുകയില്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പഠിപ്പിച്ചത്. അപ്പൊ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ പിശാചിനെ പിന്നെ കുറ്റം പറയാവോ, ആക്ഷേപിക്കാവോ, ഓനെ പറ്റി ഇങ്ങനെ മോശമായി പറയാം, അതുപോലെ ഇട്ടാണ്. കാരണം പോകുമ്പോഴത്തേക്കാണ് അങ്ങനെയുള്ള ഒന്നുമില്ലാത്തവൻ അങ്ങനെയാണ്. ഓനെ പറ്റി മോശം പറഞ്ഞാലും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വരും. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ടാവും, എന്തെങ്കിലും വേണ്ടത്ര വിളിച്ചു പോയ സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ഇപ്പം പബ്ലിസിറ്റി ഇട്ടു, പേരിട്ടു, അത് ശൈത്താന്റെ പണിയാണ്, ഓനെ സംഭവം അതാണ്. അപ്പൊ ഓനെ പറ്റി മോശമായി അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ലാ തഖുൽ തഇസ ശൈത്താൻ, ശൈത്താൻ തുലയട്ടെ എന്ന് പറയണ്ട. പറയുമ്പോ എന്താണ്, അത് പറഞ്ഞാൽ ഓൻ വലുതാവും. അപ്പൊ എന്റെ പേടിയാണ്, ഓന്റെ കാര്യത്തിൽ വലിയ വേജാറാണ് എന്ന് പറഞ്ഞ ഓനെ വലിപ്പത്തിലുണ്ടാവുന്നതാണ്. അങ്ങനെ അവൻ വളർന്നു വലുതായി ഒരു വീടിനോളം അവന് വളരും. എന്നവൻ പറയും, കണ്ടോ എന്റെ കഴിവുണ്ടോ, ഓലൊക്കെ എന്നെ പറ്റി ബേജാറിലാണ് എന്ന് പറഞ്ഞ് ഓനെ വലുതാവും. അതല്ല ചെയ്യേണ്ടത്. ഒരാക്കി ബിസ്മില്ലാ, ബിസ്മില്ല പറഞ്ഞു റബ്ബിനെ നാമം ഉച്ചരിക്കുക, റബ്ബിനോട് കാവൽ തേടുക. അതാണ് ആയിക്കഴിഞ്ഞാൽ ഒരാകെ ഉരുകുന്നതാണ്. അള്ളാഹനെ പറയപ്പെട്ടാൽ റബ്ബിന്റെ നാമം നീ പറഞ്ഞാൽ അവൻ ചെറുതാവും. ഒരു ഈച്ചയോളം അവൻ ചെറുതായി ഒന്നുമല്ലാതായി പോകും. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് അള്ളാഹനെ പറ്റി പറയാ, ബിസ്മില്ലാ പറയാ, അഊദുബില്ല പറയാ, അഊദുബില്ലാഹി തആല പറയാ. ഇതൊക്കെ ശൈത്താന് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, അത് കേൾക്കുമ്പോൾ തന്നെ ഒരാകണ്ട് ചുരുണ്ടുകൂടി ഒന്നുമല്ലാതായി അവൻ ചെറുതായി പോകും. അതാണ് ചെയ്യേണ്ടത് എന്ന് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. പിന്നെ പരസ്പരം മനുഷ്യന്മാർ തമ്മിലുള്ള ചീത്തകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശണ്ടകൾ, അത് ശൈത്താന് വലിയ ഇഷ്ടമാണ്. ദേഷ്യം പിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, പിന്നെ അതിന് മേലെ കയറി പറഞ്ഞു അത് വലിയ അവർ തമ്മിലുള്ള ശണ്ടയിലേക്ക് മാറുകയാണെങ്കിൽ അത് പിശാചിന് ഇഷ്ടമാണ്. പരസ്പരം ചീത്ത പറയുന്ന 2 ആളുകൾ ശൈത്വാനാനി, അവർ 2 പേരും ശൈത്താന്മാരാണ്.
അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരുത്ത മറ്റൊനെ ആകെ അവഹേളിക്കും, രണ്ടുപേരും കളവുകൾ പറയും, പിന്നെ എന്താ വിളിച്ചു പറയാന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ പിന്നെ അവൻ കൈകൊണ്ടൊക്കെ പറയും, എനിക്ക് അപ്പൊ കൺട്രോൾ പോയി, എന്താ ഒരു മനസ്സിലായില്ല, ഞാൻ പറഞ്ഞു പോയി, ഓവറായി പോയി എന്ന് പറയും. ഞാൻ ഇതിനെ പോകാൻ മതി. ചീത്ത പറയൽ അത് ശൈത്താൻ ഇഷ്ടമുള്ള കാര്യം. അവിടെ ശൈത്താൻ കൂടും, ഓന് വേണ്ട ആവേശം കൊടുക്കും, അങ്ങനെയാണ് പറഞ്ഞിട്ട് പിന്നെ അവസാനം എന്തെല്ലാം വായുടെ വന്നു എന്നുള്ളത് ഓന് പറയാൻ കഴിയില്ല. ആ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെല്ലാം ശാന്തമായി ഒതുങ്ങി ദേഷ്യമൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ പ്രത്യേകമായ സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നാണ് ഹദീസ് നമുക്ക് മനസ്സിലാകുന്നത്. അതേപോലെ അന്യ സ്ത്രീകളുമായി ഒറ്റക്കാവൽ, മഹ്റമല്ലാത്ത സ്ത്രീകൾ, വിവാഹം കഴിക്കാൻ പാടുള്ള സ്ത്രീകളുമായി ഒറ്റക്കാവൽ ശൈത്താന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അത് പാടില്ല എന്നർത്ഥം. ആ കാര്യം പ്രത്യേകമായി അറിയണേ, നിങ്ങൾ ഒരാളും തന്നെ ഒരു സ്ത്രീയുമായി ഒറ്റക്കാവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മൂന്നാമൻ ശൈത്താൻ ഇല്ലാതിരിക്കില്ല. ഒരു അന്യ പെണ്ണാണ്, അവളുമായി ഒറ്റക്കാണ്. ഒറ്റക്കാണ് ഇന്നത്തെ കാലത്ത് റൂമിൽ ഒറ്റക്കാകണമെന്നില്ല. ഇത് വാട്സപ്പിലുമുണ്ട് ഈ ഒറ്റക്കാവൽ, ഫോണിൽ ഒറ്റക്കാവലുണ്ട്. അവളുമായിട്ട് എങ്ങനെ ചാറ്റ് ചെയ്യാം, വേറെ എന്ത് ആൾക്കൂട്ടുണ്ടെങ്കിലും അവരൊന്നും അറിയാതെ സ്വകാര്യമായി ചാറ്റ് ചെയ്യാൻ പറ്റും. അന്യ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഇത്തരം കമ്മ്യൂണിക്കേഷനുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടേക്ക് പിശാചിന് ഇഷ്ടമാണ്. പിശാച്ച് അവനെ അതിലൂടെ കൊണ്ടുപോയി, പിന്നെ സംസാരം അതിന് ശൈലി മാറി, അത് മറ്റു മത്സ്യത്തിലേക്ക് കൊണ്ടുപോയി, അത് പിന്നീട് ഹറാമിലേക്ക്, അവരുമായി യഥാർത്ഥ ഏകാന്തതയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് എല്ലാം അത് കൊണ്ടെത്തിക്കും. അക്കാര്യം ശ്രദ്ധിക്കണം. ന്യായമല്ലാത്ത അത്തരം ഇടപെടലൊക്കെ ഒഴിവാക്കുക. സ്ത്രീകളെ മാത്രം വെച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കുക, സ്ത്രീകൾക്ക് മാത്രമായി അങ്ങനത്തെ ചില ഇടപെടൽ നടത്തി കൊടുക്കുക, അതൊന്നും നല്ലതല്ല. സലാം പറയുന്നിടത്ത് പോലും പണ്ഡിതന്മാർ ഈ മര്യാദ, ഒരു പെണ്ണിനോട് സലാം പറയുമ്പോൾ അത് ഫിത്ന ഭയപ്പെടുന്നുവെങ്കിൽ ഓ സലാം പറയാൻ പോണ്ടതാണ്. സലാം പറയാൻ വേണ്ടിയല്ല, ഒരു എൻട്രി കിട്ടണല്ലോ. അപ്പൊ അതിൽ പോയി സലാം പറഞ്ഞാൽ തിരക്കില്ല, ഒരു നല്ലവനാണ്, മോശപ്പെട്ടതൊന്നല്ല എന്ന് വിചാരിച്ചൊരു പക്ഷേ ഒരു അടുപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. എങ്കിൽ ആ സലാം പോലും ഓൻ പറയേണ്ടതില്ല എന്നാണ്. അക്കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കളി വിനോദങ്ങൾ, ഒരു കാര്യവുമില്ലാത്ത, ഒരു ആവശ്യമില്ലാത്ത, ഒരു പ്രയോജനമില്ലാത്ത കളി വിനോദങ്ങളിൽ വല്ലാതെ വ്യാപൃതമാവുക അത് നല്ലതല്ല. ദീർഘമായ മണിക്കൂറുകൾ ഒന്നാകെ എന്ത് കളിയായിക്കോട്ടെ, അനുവദിക്കപ്പെട്ട കളികളാണെങ്കിൽ പോലും അതിനൊക്കെ ലിമിറ്റ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഒരു എനർജിക്ക് വേണ്ടി കളിക്കാം, നമുക്ക് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി കളിക്കാം, അതൊന്നും വേണ്ടതല്ല. പക്ഷെ ഇങ്ങനെ ഫുൾ ടൈം ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും മണിക്കൂറുകൾ കളിയുടെ പിന്നാലെ പോവുക, കളി കാണാതിരിക്കുക, അതിനേക്കാൾ ഗൗരവമാണ്. കളിച്ചാൽ കുറച്ച് ഒരു ഊർജ്ജം കിട്ടിയേക്കാം, കളി കണ്ടപ്പോൾ അതുമില്ലല്ലോ. കണ്ടോട്ട് കണ്ടതല്ല, പക്ഷെ കണ്ടമാനം സമയം അതിനു വേണ്ടി ചെലവഴിച്ച് മണിക്കൂറുകൾ ടിവിന്റെ മുമ്പിൽ ഇരുന്ന് ഇതിങ്ങനെ കണ്ടുപോവുകയാണെങ്കിൽ അത്തരം ഒരു കളിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഒരു ശൈത്താനെ പിന്നാലെ പോകുന്നു. കാരണം ദൈവസ്മരണയിൽ നിന്ന് തെറ്റിക്കുന്നതാണ്. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നിസ്കാരം വരെ ഒരു പാഴായി പോകും, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും, പല മര്യാദകളും പാലിക്കാൻ പറ്റാതെ പോയേക്കാം, അവന്റെ ഉത്തരവാദിത്തങ്ങൾ പലതും നിർവഹിക്കാൻ കഴിയാതെ പോയേക്കാം. അതൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ദുനിയാവിയായ വിഷയങ്ങളിൽ ധൃതി കാണിക്കുന്നത് ശൈത്താനിയത്താണ്. സാവകാശം ആലോചിച്ചും പഠിച്ചും ചിന്തിച്ചും ആലോചിക്കാൻ മനുഷ്യന്മാർ കൂടി ആലോചിച്ചും ഒക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പരലോകത്തിലെ കാര്യമാണെങ്കിലോ അത് എത്രയും ബുദ്ധിപ്പെട്ട് ചെയ്യാം, അത് പിന്നേക്ക് വെക്കേണ്ടതില്ല. സ്വർഗത്തേക്ക് ധൃതിപ്പെട്ടു വരുവീന്നാണ്. അവിടെ ആലോചിക്കാനില്ല, നന്മയുടെ കാര്യങ്ങൾ ആലോചിക്കാനില്ല. ഇത് ദുന്യാവിന്റെ കാര്യമാണെങ്കിൽ അവിടെ നമ്മൾ ഒരു സാവകാശമാണ് വേണ്ടത്. സാവകാശം എന്നത് പടച്ചറപ്പിൽ നിന്നുള്ളതാണ്. ധൃതി കാണിക്കൽ പൈശാചികമാണ്. ആരും കാത്തിക്കാതെ, ആരോടും ചോദിക്കാതെ, ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ ഓരൊറ്റകൾ ചെയ്തു, പിന്നെയായിരിക്കും അത് മഹാബദ്ധായി പോയി. മറ്റോ ചങ്ങനെ ഒന്ന് ചോദിച്ചുകൂടെയോ, നമ്മളൊക്കെ ഇവിടെ നമുക്ക് പറഞ്ഞുണ്ടല്ലോ, അത് ഞാൻ അപ്പത്തെ ആലോചിച്ചില്ല. അത് ശൈത്താനിയത്താണ്, അത് നമ്മൾ ഉണ്ടായിക്കൂടാ എന്നർത്ഥം. എന്നാ പരലോകത്തിന്റെ കാര്യമാണെങ്കിലോ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ധൃതിപ്പെടുകയാണ് വേണ്ടത്. പിന്നെ തെറ്റായ ദൃശ്യങ്ങൾ, ജീവികളുടെ ഫോട്ടോകൾ, അതേപോലെ വളർത്തപ്പെടുന്ന നായകൾ, ഇതൊക്കെ മലക്കുകൾക്ക് തടസ്സമായി നിൽക്കുന്ന സന്ദർഭങ്ങളാണ്. ശൈത്താൻ അത് ഇഷ്ടവുമാണ്.
നായയുള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ചിത്രങ്ങൾ, പ്രതിമകൾ, ഫോട്ടോകൾ ഉള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല. അത് രണ്ടു അവസ്ഥ. മലക്ക് പ്രവേശിക്കൂലെങ്കിൽ പിന്നെ ശൈത്താൻ പ്രവേശിക്കാൻ എളുപ്പമായി. അപ്പൊ നായ വളർത്തുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. വീട്ടിൽ അനിവാര്യമായ ഘട്ടത്തിൽ പറ്റുന്ന കള്ളന്മാർ ശല്യമുണ്ട്, അവിടെ നായ വളർത്തൽ പരിഹാരമാണ്, ആയിക്കോട്ടെ ചെയ്യാം. കൃഷിക്ക് കാവൽ നിൽക്കാൻ നായ വേണം, ആയിക്കോട്ടെ ചെയ്യാം. വെറുതെ രസത്തിന് വേണ്ടി നായിനെ വാങ്ങി വളർത്തൽ നമുക്കുള്ളതല്ല. നായ കച്ചവടത്തിന് പറ്റൂല, നായിന്റെ വില പോലും അനുവദിക്കപ്പെട്ട കാര്യമല്ല. അതുപോലെ ചിത്രങ്ങൾ, പ്രതിമകൾ, രൂപങ്ങൾ പ്രത്യേകിച്ച് പ്രദർശിപ്പിക്കപ്പെടുന്നവ. ഇപ്പൊ പത്രത്തിൽ ഫോട്ടോ വരും, പക്ഷെ അത് നമ്മൾ വെട്ടിയെടുത്തിട്ട് ഷോക്കേസിൽ വെക്കുകയാണെങ്കിൽ അത് പാടില്ല. മക്കൾക്ക് സമ്മാനം കിട്ടുമ്പോൾ ഫോട്ടോ ഉണ്ടാവും, പ്രദർശിപ്പിക്കാവതല്ല. ഷോക്കേസിൽ ഇങ്ങനെ എല്ലാം വെച്ച് പ്രദർശിപ്പിച്ച കുറെ ആളുകളെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അത് ശൈത്താൻ ഇഷ്ടമുള്ള കാഴ്ചയാണ്, മലക്കൾ വരാൻ തടസ്സമായി മാറുന്ന കാഴ്ചയുമാണ്. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. സംഗീത ഉപകരണങ്ങൾ പൈശാചികമാണ്. സംഗീത ഉപകരണങ്ങൾ പൈശാചികമാണ്. നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അവർ പിന്നെ ഹറാമായ ഒരുപാട് സംഗതികൾ ഹലാലാക്കി മാറ്റുന്നവരായിരിക്കും അവർ. അതിന് പറഞ്ഞ ഒന്നാണ് മആസിഫ്, സംഗീത ഉപകരണങ്ങൾ, മദ്യം, പട്ട് തുടങ്ങി പലതിനെയും അവർ അശ്ലീലതകൾ ഒക്കെ ഹലാലാക്കി മാറ്റുന്ന ആളുകളായിരിക്കുമെന്ന് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. അപ്പൊ അത് പാടില്ല എന്നർത്ഥം. സംഗീത ഉപകരണങ്ങൾ വലിയ ഗൗരവമുള്ള കാര്യമാണ്. അത് ശൈത്താനിയത്താണ്, പിശാചിന് ഇഷ്ടമാണ്. ദുനിയാവിൽ തന്നെ ചില അദാബുകൾ വരാൻ പോലും നിമിത്തമാകുന്ന കാര്യങ്ങളാണ് എന്ന് പോലും ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അക്കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. കിടക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ റബ്ബിന്റെ നാമം സ്മരിക്കാതെ ദിക്റുകൾ ചൊല്ലാതെ കിടന്നുറങ്ങൽ ശൈത്താൻ ഇഷ്ടപ്പെട്ട കാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞു, ഒരാൾ ഉറങ്ങാൻ പോകുമ്പോൾ അവന്റെ പിരടിയിൽ പിശാച് 3 കെട്ടുകൾ കെട്ടിയിടും. എന്നിട്ട് ഈ ഓരോന്നും കെട്ടുവാൻ പറയും, കുറെ സമയം ഉറങ്ങാണ്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവന്റെ പിരടിയിൽ 3 കെട്ടും കെട്ടിയിട്ടാണ് പിശാച് അവനെ ഉറങ്ങാൻ വിടുക. അങ്ങനെ ദീർഘമായ രാത്രിയുണ്ട്, ഫർഖുദ്, നീ ഉറങ്ങിക്കോ എന്ന് പറയും. ഉണർന്നുമ്പോൾ അല്ലാഹനെ സ്മരിച്ചാൽ ഒരു കെട്ട് അഴിഞ്ഞു പോകും. ഉറക്കത്തിൽ എണീക്കുമ്പോ ചൊല്ലാതെ ദിക്റുകൾ ചൊല്ലി അല്ലാഹനെ സ്മരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ തുടങ്ങിയ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് ഒരാൾ എഴുന്നേറ്റത് എങ്കിൽ ഒരു കെട്ട് അഴിയും. മാത്രമല്ല വുളൂ ചെയ്താൽ ഒരു കെട്ട് കൂടി അഴിയും. നിസ്കരിച്ചാൽ മറ്റേ കെട്ടും അഴിയും. അപ്പൊ അവന് നല്ല ശുദ്ധമായ മനസ്സോടുകൂടി ആവേശമുള്ളവരായി, ഉന്മേഷമുള്ളവരായി അവന് പ്രഭാതത്തിലേക്ക് കടക്കാൻ കഴിയും. ഉണരുമ്പോൾ ദിക്ർ ചൊല്ലുന്നില്ല, വുളൂ ഉണ്ടാക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല, തിരിഞ്ഞു പറഞ്ഞ അങ്ങനെ കെടുക്കാന്നല്ലാതെ വേറൊന്നുമില്ല എങ്കിൽ ശൈത്താൻ വലിയ താല്പര്യമുള്ള ഏരിയയാണ്. അവനത് നഷ്ടമായി മാറും. മാത്രമല്ല അവൻ അത് പിശാചിന്റെ പിടിപ്പെട്ട അന്ന് മുഴുവൻ അലസനായി, മടിയനായി അവൻ കഴിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പോലും ഹദീസിൽ കാണാം. ഉണർന്നാൽ നബി ഞങ്ങൾ പറഞ്ഞു, വായിൽ വെള്ളം കുടിക്കുകയും മൂക്കി വെള്ളം കയറ്റി പ്രത്യേകമായി പറഞ്ഞു. വുളൂയിലുണ്ടാവുന്നത് പ്രത്യേകമായി തന്നെ ചെയ്യാൻ പറഞ്ഞു. കാരണം പിശാചിന് ഇഷ്ടമുള്ള, പിശാചിന്റെ കേന്ദ്രമായി മാറുന്നത് അവന്റെ തരിമുക്കാകുന്നു എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ബാങ്ക് ഇഖാമത്ത് ഒരു വലിയ സുരക്ഷാ മാർഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ബാങ്ക് കേട്ട പിശാച് പിന്തിരിഞ്ഞോടും എന്ന് പറഞ്ഞ ഹദീസ് ഇതിനെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. അപ്പൊ അതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ ബാങ്ക് വിളിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ ബാങ്ക് വിളിച്ചാൽ പിശാച് അവിടുന്ന് ഒഴിഞ്ഞു പോകുന്നു, പിശാച് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്നാണ് പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്നത്. സഹീബ് ദക്വാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അർസലനി അബി ഇലാ ബനി ഹാരിസ, എന്റെ ഉപ്പ എന്നെ ബനൂ ഹാരിസ കുടുംബത്തിലേക്ക് ഒരു ആവശ്യത്തിന് പറഞ്ഞയച്ചു. അവിടെ പോയി പറയാനോ കൊടുക്കാനൊക്കെ ആയിരിക്കാം. അങ്ങോട്ട് ഉപ്പ എന്നെ പറഞ്ഞയച്ചു.
വമഇയ ഗുലാമൻ, എന്റെ കൂടെ ഞങ്ങളുടെ ഒരു അടിമയും കൂടെയുണ്ട്. ഫനാദാഹു മുനാദി മിൻ ഹായിത്തിൻ ബിസ്മിഹി, ഞങ്ങൾ പോകുമ്പോൾ അപ്പുറത്തൊരു ഒരു മതിലപ്പുറത്ത് നിന്ന് ഇവന്റെ പേര് ഇങ്ങനെ വിളിക്കുന്നത് കേട്ടു. കൂടെയുള്ള അടിമയുടെ പേര് വിളിക്കുന്നു. അങ്ങനെ എന്റെ കൂടെയുള്ള ആള് ആ മതിലിങ്ങനെ കയറി നോക്കി, ആരപ്പ വിളിക്കും, എന്റെ പേരാണ് വിളിക്കുന്നത്, ആരപ്പ പറമ്പ് തന്നെ വിളിക്കുന്നതൊക്കെ അങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കി. പക്ഷേ ഫലം ഒന്നും അവിടെ ആരുമില്ല, ഒന്നും കാണുന്നില്ല, ആളെ കാണുന്നില്ല, പക്ഷെ വിളി കേൾക്കുന്നുമുണ്ട്. അങ്ങനെ അബി തിരിച്ചതിന് ശേഷം ഞാൻ ഉപ്പയോട് ഇക്കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഉപ്പനോട് പറഞ്ഞു, ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്നെ പറഞ്ഞേക്കുമായിരുന്നില്ല എന്ന് വാപ്പനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ വല്ല ശബ്ദവും കേട്ടാൽ നീ ബാങ്ക് വിളിച്ചോ. കാരണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈത്വാന ഇദാ നൂദിയ ബിസ്സലാ വല്ല വലഹു ഹിസ്വാസ്, ബാങ്ക് വിളിക്കപ്പെട്ട പിശാച് കീഴ്വായു പുറപ്പെടുവിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടുമെന്ന് നബി തങ്ങൾ പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അത്തരം സ്ഥലങ്ങളിലൊക്കെ അത്തരം ഒരു അനുഭവം ഉണ്ടായാൽ അവിടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ റബ്ബിന്റെ നാമം സ്മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഇല്ലാതായി പോകും, ശൈത്താനിയെ താണെങ്കിൽ എന്ന് നമുക്കെന്ന് മനസ്സിലാക്കാം. ജമാഅത്ത് നിസ്കാരം നടക്കൽ ശൈത്താനിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ്. നബി തങ്ങൾ പറഞ്ഞു, ഒരു നാട്ടിൽ 3 പേർ ഉണ്ട്, എന്നിട്ട് ലാ തുഖാമു ഫീഹിം സ്വലാ, അവിടെ നിസ്കാരം നിർവഹിക്കപ്പെടുന്നില്ല. 3 ആളുണ്ടായിട്ട് ഒരു ജമാഅത്ത് നടക്കുന്നില്ല എങ്കിൽ ഇല്ലാ ഖദ് ഇസ്തഹവദ അലൈഹിം അശ്ശൈത്വാൻ, അവർക്ക് മേൽ ശൈത്താൻ ആധിപത്യം ചെലുത്താതിരിക്കുകയില്ല. കുറച്ചാളാണെങ്കിലും വേഗം അവിടെ ഒരു ഔദ്യോഗികമായ ജമാഅത്ത്, ഒരു ചെറിയ പള്ളി, ഒരു നിസ്കരിക്കാൻ സൗകര്യം അത് ഉണ്ടായി വരിക എന്നത് ഒരു സുരക്ഷയുടെ മാർഗമായി പഠിപ്പിക്കപ്പെടുന്നു. ജമാഅത്ത് നിസ്കാരത്തിൽ സ്വഫുകൾ ശരിയാക്കൽ അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. സ്വഫ് ക്രമം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കഴിഞ്ഞാൽ പിശാചിന് അത് ഇഷ്ടമാകുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. സ്വഫിന്റെ ഇടയിൽ കൂടെ വിടവിൽ കൂടെ പിശാചുകൾ കയറുന്നത് ഞാൻ കാണുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിസ്കരിക്കുന്ന ആൾ മുമ്പിൽ മറ സ്വീകരിക്കുന്നതാണ്. മറ സ്വീകരിക്കുകയും ആ മറയിലേക്ക് അടുത്ത് നിൽക്കുകയും ചെയ്യുക, മറയോട് അടുക്കുക. നബി തങ്ങൾ പറഞ്ഞു, ഇല്ലെങ്കിൽ അവിടെ പിശാച് ഇവിടെ വരും. ആ സുത്ര അത് ആളുകൾ പിശാചിനെ തടയാൻ പറ്റുമെന്ന് കൂടി കാണാം. പിശാച് അവരുടെ നിസ്കാരം മുറിക്കാതിരിക്കട്ടെ, അതിന് നിങ്ങൾ മറ സ്വീകരിക്കുക എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അപ്പൊ വെറുതെ ഒഴിഞ്ഞ സ്ഥലത്ത് പോയി നിസ്കരിക്കുന്നതല്ല, മുമ്പിൽ ഒരു മറ, എന്തെങ്കിലുമൊക്കെ ഒരു മറ വെച്ചിട്ട് ആ മറയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത് എന്നർത്ഥം. അത്തഹിയാത്തിൽ ചൂണ്ടുവിരൽ ഉയർത്തൽ ശൈത്താനെ സഹിക്കാൻ പറ്റാത്തതാണ് എന്ന് കാണാം. ചൂണ്ടുവിരൽ ഉയർത്തൽ തൗഹീദിന്റെ സാക്ഷ്യമാണ്, ശിർക്കിനെതിരെയുള്ള സാക്ഷ്യമാണ്. അതുകൊണ്ട് അത് ശൈത്താന് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ലഹിയ അശദ്ദു അല ശൈത്വാനി മിൻ ഹദീദ്, നബി തങ്ങൾ പറഞ്ഞു, ഈ ചൂണ്ടുവിരൽ പിശാചിന് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. മിൻ ഹദീദ്, ഇരുമ്പിനേക്കാളേറെ പിശാചിന് പ്രഹരമാണ്, അവന് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ചൂണ്ടുവിരൽ. സബാബത്ത് ചൂണ്ടുവിരൽ, കാരണം എന്താണ്? തൗഹീദിന്റെ പ്രഖ്യാപനം, ശിർക്ക് എന്നെല്ലാം ഒഴിവാകേണ്ട പ്രഖ്യാപനമെല്ലാം അതിലുണ്ട് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. നിസ്കാരത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ സഹ്വിന്റെ സുജൂദ് അത് പിശാചിനെ ഇല്ലാതാക്കുന്ന, അവനെ നിന്ദിക്കുന്ന കാര്യമാണ് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സജദത്തൈ അസ്സഹ്വി അൽ മുർഗമത്തൈൻ, സുജൂദിന്റെ സഹ്വിന്റെ സുജൂദിന് നബി തങ്ങളുടെ പേര് തന്നെ പിശാചിനെ നിന്ദിക്കുന്ന 2 സുജൂദുകളാണ്. നിസ്കാരത്തിൽ മറന്നാൽ ശൈത്താൻ ഇട്ടാവും, ഒരു സുന്നത്ത് പോയല്ലോ, ഒരു ഫർദ് പോയല്ലോ, അത്രയും വലിയ നിസ്കാരത്തിൽ എനിക്ക് മുടക്കാൻ പറ്റില്ലോ എന്ന് ഓവല്ല ആളെ നിൽക്കും. അപ്പോഴാണ് സുജൂദ് സഹ്വിന്റെ സുജൂദ്. അതുകൊണ്ട് അവൻ ഒന്നുമല്ലാതായി മാറി, അവൻ അങ്ങേറ്റം നിന്ദനായി മാറുന്നു എന്നാണ്. തിലാവത്തിന്റെ സുജൂദ് പോലെ ഖുർആനിൽ തിലാവത്തിന്റെ സുജൂദ് ഉണ്ടല്ലോ, ചില ആയത്ത് കേൾക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതും അതുപോലെ തന്നെ ഇദാ ഖറഅ ഇബ്നു ആദം അസ്സജദത ഫസജദ, സുജൂദ് ചെയ്യാനുള്ള ആയത്ത് മനുഷ്യൻ പാരായണം ചെയ്യുകയും അവൻ സുജൂദ് ചെയ്യുകയും ചെയ്താൽ പിശാച് കരഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നതാണ്. ഖുർആൻ ഓതുമ്പോ തിലാവത്തിന്റെ സുജൂദുള്ള
ആയത്ത് ഓതി അവൻ സുജൂദ് ചെയ്തു. അപ്പൊ ശൈത്താൻ കരഞ്ഞുകൊണ്ട് അവൻ മാറി നിൽക്കുവാൻ പറഞ്ഞു, യാ വൈലി, എന്റെ കാര്യം എത്ര കഷ്ടമാണ്. ഉമിറ ഇബ്നു ആദം ബിസ്ജൂദി ഫസജദ ഫലഹുൽ ജന്ന. ആദമിന്റെ മകനോട് അത് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഓൻ സുജൂദ് ചെയ്തു, ഓന് സ്വർഗ്ഗമുണ്ട്. ഉമിർതു ബിസ്സുജൂദി, എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഫഅബൈതു, പക്ഷെ ഞാനത് വിസമ്മതിച്ചു, ഫലി അന്നാർ, എനിക്ക് നരകമാണല്ലോ. ഈ സുജൂദ് ഓന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഓൻ പുറത്താക്കപ്പെട്ടത് തന്നെ സുജൂദിന്റെ പേരിലാണ്. അപ്പൊ ഈ ആയത്തോട് നമ്മൾ സുജൂദ് ചെയ്യണം നബിയുടെ കൽപ്പനയാണ്. അത് പ്രാവർത്തികമാക്കുമ്പോൾ ശൈത്താൻ കരയുന്നു, എന്നോടും അല്ലാഹു പഠിപ്പിച്ചില്ലായിരുന്നല്ലോ, ഞാൻ ചെയ്തില്ല, ഇവനതാ ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞ് അവൻ കരയുമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് കരയും, ഇവൻ മുട്ടകന്ന് പോകും, പിന്നെ അവന്റെ പിന്നാലില്ല, ഓരോ ഒഴിവാക്കി മുട്ടകന്ന് പോകുമെന്നാണ്. അതുപോലെ ദേഷ്യം വന്നാൽ അത് പൈശാചികമാണ്, അത് ഒതുക്കി തീർക്കാൻ രക്ഷ നേടാനാണ് പ്രത്യേകമായി പഠിപ്പിച്ചത്. ദേഷ്യം ഒരാൾ നടപ്പാക്കുന്നുവെങ്കിൽ അത് ശൈത്താന്റെ വിജയമായിട്ടാണ് തങ്ങൾ പഠിപ്പിക്കുന്നത്. അവിടെ രക്ഷ നേടാൻ അഊദു ചൊല്ലാൻ ഒക്കെ പ്രത്യേകമായി പറഞ്ഞു. സ്ത്രീകൾ കൃത്യമായി മാന്യമായ വേഷം ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിശാച് അത് പ്രത്യേകം ആളുകൾക്ക് അവിടെ ആവേശമുണ്ടാക്കി കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം. അൽ മർഅതു ഔറ ഫഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്വാൻ. സ്ത്രീകൾ ഔറത്താണ്. ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിയാൽ പിശാച് ജനങ്ങളെ നോക്കിപ്പിക്കുന്നതാണ്. ഇവരേക്ക് നോക്കാനുള്ള ഒരു താല്പര്യം പിശാച് ഉണ്ടാക്കി കൊടുക്കും. അവിടെയാണ് വിശ്വാസികളെന്ന് പറഞ്ഞത് കണ്ണുകൾ താഴ്ത്തണം. കണ്ണുകൾ താഴ്ത്ത, പിന്നെയും പിന്നെ ഇങ്ങനെ നോക്കുക, ഏതാ അത് മറ്റവന്റെ ഭാര്യ, പിന്നെ മോള എന്ന് വെച്ചാൽ അങ്ങനെ ഓരോന്ന് പിന്നാലെ കൂടി നോക്കുകയാണെങ്കിൽ ശൈത്താൻ ഇഷ്ടമാണ്, ആ വഴിക്ക് അവൻ കൊണ്ടുപോകും എന്നർത്ഥം. തെറ്റായ നേർച്ചകൾ, തെറ്റായ ശബ്ദങ്ങൾ, സത്യങ്ങൾ അത് നടപ്പാക്കേണ്ടതില്ല, അത് ശൈത്താൻ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹനെ അനുസരിക്കാൻ നേർച്ചയാക്കിയാൽ നബി തങ്ങൾ പറഞ്ഞു, നേർച്ച രണ്ടു തരം നേർച്ചകളാണ്. എല്ലാ നേർച്ചയും വീട്ടേണ്ട നേർച്ചല്ല. മമ്പുറത്ത് പോയി ജാറം കൂടാതെ നേർച്ചാക്കി ഇപ്പൊ എന്താ ചെയ്യുക, ഏതാ നേർച്ചാക്കിയേ ഇല്ല, അവിടെ പൂർത്തിയാക്കാൻ പറ്റൂല, അത് പൂർത്തിയാക്കാൻ പറ്റൂല. ശ്രോതാക്കളെ പെട്ടിക്ക് 10 രൂപ നേർച്ചാക്കി, അത് പറ്റൂല. ഖുത്ബിയത്തിന്, റാത്തീബിന്, മൗലൂദിന് സ്വതഖയ്യ നേർച്ചാക്കി, അത് പൂർത്തിയാക്കേണ്ട കാര്യമില്ല. നേർച്ചകൾ രണ്ടു തരമാണ്. റബ്ബിനെ അനുസരിക്കുന്ന വിഷയത്തിലാണ് നേർച്ച എങ്കിൽ അതാണ് പൂർത്തിയാക്കേണ്ടത്, അത് അള്ളാഹുവിനുള്ളതാണ്. എന്നാൽ റബ്ബിനെതിരായ കാര്യത്തിലാണ് ഒരാൾ നേർച്ചയാക്കിയത് എങ്കിൽ അത് ശൈത്വാനുള്ളതാണ്, അത് പൂർത്തിയാക്കേണ്ടതില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കഫാറത്ത് പ്രായശ്ചിത്തമുണ്ട്. 3 നോമ്പ് വെക്കുക, 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ആ കഫാറത്താണ് അവൻ ചെയ്യേണ്ടത്. അല്ലാതെ ഏതായാലും നേർച്ചാക്കിയേ ഇനിയിപ്പോ അത് വീട്ടാക്കാൻ പറ്റുമല്ലോ എന്ന് പറയാൻ പറ്റൂല. പടച്ച റബ്ബ് കൽപ്പിച്ചതിന് എതിരായിട്ടുള്ള കാര്യമാണ് ഒരാൾ നേർച്ചയാക്കിയത് എങ്കിൽ ആ നേർച്ച വീട്ടാവതല്ല, വീട്ടാൻ പാടില്ല. ആ നേർച്ച അള്ളാഹുവിന്റെ നേർച്ചയുമല്ല, അത് ശൈത്വാനുള്ള നേർച്ചയാകുന്നു എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതുപോലെ ഇനി എല്ലാ രംഗത്തുമുള്ള ദിക്റുകൾ ഓരോന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പ്രഭാതത്തെ പ്രാർത്ഥന, വൈകുന്നേരത്തെ പ്രാർത്ഥന, ഭക്ഷണരംഗത്തെ പ്രാർത്ഥന, കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, ഈ ദിക്റുകൾ മുഴുവനും ലൈംഗിക ബന്ധം നടക്കുമ്പോഴുള്ള ദിക്റടക്കം ആ ദിക്റുകളെല്ലാം അത് സുരക്ഷയാണ്. അത് ഒരു കോട്ടയിൽ കയറി രക്ഷപ്പെട്ടവനെ പോലെയാണ് എന്നുള്ള ഹദീസിൽ തന്നെ വന്ന പ്രയോഗം. ഒരു ശത്രു പിന്നാലെ കൂടിയ ഒരാളെ പോലെയാണെന്നാണ്. ഒരു മനുഷ്യനെ പോലെ അവന്റെ പിന്നാലെ ശത്രു കൂടി, ശത്രു രക്ഷപ്പെടാൻ വേണ്ടി അവർ ഓടുകയാണ്. ഒരു നല്ല ഭദ്രമായ കോട്ടയിൽ കയറി വാതിലടച്ചു, അതോടുകൂടി സുരക്ഷിത, ഇനി ശത്രുവിനെ പേടിക്കാനില്ല. ഇതുപോലെയാണ് ഒരു മനുഷ്യനുള്ള സുരക്ഷ എന്നുള്ളത് ദിക്റുള്ള ദൈവസ്മരണയാണ്. അപ്പൊ അത് കോട്ടയാണ്. അതുകൊണ്ടാണ് ദിക്ർ എല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് സയ്യിദുൽ ഖഹ്താനി റഹിമഹുല്ലാഹ് കിതാബ് എഴുതിയിട്ടുണ്ട്. രാവിലെ പെയ്ത ചില 10 ദിക്റുകൾ നമ്മളെ ഇതൊക്കെ കാണാൻ പറ്റും. അതിന് പേരിട്ടത് ഹിസ്നുൽ മുസ്ലിം. ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിന്റെ രക്ഷാകവചം, കോട്ട. ദിക്റുകൾ ഒരു കോട്ടയാണ്. പിന്നാലെ കൂടെ ശൈത്താനിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ് ദിക്റുകൾ. വണ്ടി കയറിയ ദിക്ർ ചൊല്ലുക, ഭക്ഷണം കഴിക്കുമ്പോൾ വേണ്ട ദിക്റുകൾ ചൊല്ലുക,
അതേപോലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദിക്റ്, വീട്ടിൽ കയറുമ്പോൾ ദിക്റ്, ഭാര്യയെ സമീപിക്കുമ്പോൾ ദിക്റ്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്റ്, എണീക്കുമ്പോൾ ദിക്റ്, ഇതൊക്കെ കോട്ടകളാണ്. അതേപോലെ രക്ഷകളായി പഠിപ്പിക്കപ്പെട്ട മറ്റു പ്രാർത്ഥനകൾ, മന്ത്രങ്ങൾ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, ആമന റസൂലു, ആയത്തുൽ കുർസി, ഫാത്തിഹ, ഇതൊക്കെ രക്ഷക്കുള്ള വഴികളാണ്. അതെല്ലാം പിശാചിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ദിക്റുകളാണ്. ആയത്തുൽ കുർസി പ്രത്യേകം നബി തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ബഖറ പ്രത്യേകം പറഞ്ഞു, ഇന്ന ശൈത്താന യൻഫുറു ഫിൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീ സൂറത്തുൽ ബഖറ. ബഖറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് വിരണ്ട് ഓടുന്നതാണ്. അവിടെ പേടിച്ച് വേജാറായി മണ്ടിപ്പോകും. അത്രയേറെ സഹിക്കാൻ പറ്റാത്ത സൂറത്താണ് സൂറത്തുൽ ബഖറ. ആമന റസൂൽ എന്ന അവസാനത്തെ 2 ആയത്ത് അത് പ്രത്യേകമായി പിശാചിന് പ്രയാസമുള്ള വചനങ്ങളായി പഠിപ്പിക്കപ്പെട്ടു. വലാ യുഖ്റആനി ഫീ ദാരിൻ സലാസ ലയാലിൻ ഫയഖ്റബുഹാ ശൈത്വാൻ. ഒരു വീട്ടിൽ അത് പാരായണം ചെയ്യപ്പെടുന്നുവെങ്കിൽ പിശാച് അവിടെ അടുക്കുകയില്ല എന്ന് പ്രത്യേകമായി പറഞ്ഞു. വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ, ദിക്റുകൾ ചൊല്ലിയാൽ പിശാച് പറയും, ലാ മബീത ലക്കും വലാ അശ, ഈ വീട്ടിൽ താമസിക്കാൻ പറ്റൂല, നമുക്കിവിടെ ഭക്ഷണവുമില്ല എന്ന് പിശാചുകൾ തമ്മിൽ പറയുമെന്നാണ്. അതേസമയം അതൊന്നും ഇല്ലെങ്കിലോ അവിടെ പിശാച് പറയുന്നത് നമുക്കിവിടെ കൂടാം എന്ന് പറയുമെന്ന് കാണാം. ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ചൊല്ലുക എങ്കിൽ ലം യദുർഹു ശൈഉൻ ഹത്താ യർതഹി മിൻ മൻസിഹി. അവിടെ പോകുന്നവരെ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അത് രക്ഷയാണ്. അങ്ങനെയൊക്കെയുള്ള ദിക്റുകൾ, പ്രാർത്ഥനകൾ. പള്ളി കയറുമ്പോൾ ദിക്ർ ചൊല്ലാൻ പറഞ്ഞു. അവിടെയും നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, അഊദു ബില്ലാഹിൽ അലീം വബിവജ്ഹിൽ കരീം വസുൽത്താനിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് പള്ളി കയറിയാൽ ഖാല ശൈത്വാൻ ഹുഫിള മിന്നി സാഇൽ യൗം, ഇന്നത്തെ ദിവസം എന്നിൽ നിന്ന് അവൻ സുരക്ഷിതനായി എന്ന് ശൈത്താൻ പറയും എന്ന് കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു ലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ശൈത്താന് വലിയ കാവലാണ് എന്ന് ഹദീസിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടു. ദിവസം 100 വട്ടം ചൊല്ലാൻ, 10 വട്ടം ചൊല്ലാൻ ഒക്കെ പ്രേരിപ്പിക്കുന്ന ഹദീസുണ്ട്. അവിടെയൊക്കെ പ്രത്യേകം പറഞ്ഞ ഒന്നാണ് പിശാചിൽ നിന്ന് കാവൽ അതുവഴി അവൻ ലഭിക്കും എന്ന് പ്രത്യേകമായി പഠിപ്പിക്കുന്നു. ബാത്റൂമിൽ കയറുമ്പോൾ അവിടെയും ശൈത്താനിന് കാവൽ തരുന്ന പ്രാർത്ഥനയാണ് പ്രത്യേകമായി പഠിപ്പിച്ചത്. കാരണം പിശാചിന് ഇഷ്ടപ്പെട്ട കേന്ദ്രങ്ങളാണ് ബാത്റൂമുകൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖുബസി വൽ ഖബായിസ് എന്ന പ്രാർത്ഥനയിലൂടെ പിശാചിന് ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പഠിപ്പിച്ചത്. അതേപോലെ അത്തരം സ്ഥലങ്ങളൊക്കെ വസ്ത്രം ധരിക്കുമ്പോൾ അവിടെ ബിസ്മി ചൊല്ലാൻ പറഞ്ഞു. വസ്ത്രം ധരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സത്റു മാ ബൈന അഅ്യുനിൽ ജിന്നി വഅൗറാത്തി ബനി ആദം ഇദാ വലഉ സിയാബഹും അൻ യഖൂലു ബിസ്മില്ലാ. മനുഷ്യന്മാരുടെ ഔറത്ത് ജിന്നുകൾ കാണാനുള്ള തടസ്സം ബിസ്മില്ലയാണ്, അല്ലാഹുവിന്റെ നാമം സ്മരിക്കലാണ്. അവിടെയൊക്കെ ഒരു ശ്രദ്ധ നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്നർത്ഥം. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അല്ലാഹു ജന്നിബിന ശൈത്വാൻ വജന്നിബി ശൈത്വാൻ മാ റസഖ്തനാ, അപ്പോൾ ഞങ്ങളിൽ നിന്ന് ശൈത്താനെ അകറ്റണമേ, ഞങ്ങൾക്ക് നൽകുന്ന സന്താനത്തിൽ നിന്നും ശൈത്താൻ അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ലൈംഗിക ബന്ധം നടന്നാൽ ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക് ലം യദുർഹു ശൈത്വാൻ അബദ. ആ ബന്ധത്തിൽ ഒരു സന്താനം ഉണ്ടാവാൻ റബ്ബിന് തീരുമാനമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പോലും ശൈത്താന്റെ കാവൽ എന്നേക്കുമായി ഇത് മതിയാകുമെന്ന് പോലും നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. നായ കരയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാവലിനെ തേടുക. നായ ഒന്നാകെ കുരക്കുന്നു, ഭയങ്കരമായ നായയുടെ കരച്ചിൽ. അവിടെ ഫതഅവ്വദു ബില്ലാഹ്, നിങ്ങൾ റബ്ബിനോട് കാവലിനെ തേടുക. ഫഇന്നഹുന്ന യറൈന മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്ത പലതിനെയും അവ കാണുന്നുണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തുപോയി. ഇങ്ങനെ നിത്യജീവിതത്തിലെ വ്യത്യസ്തമായ തലങ്ങളിൽ അല്ലാഹു മുസ്ലിം പഠിപ്പിച്ച കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചാൽ ഈ ശത്രുവിൽ നിന്നുള്ള ഒരു സുരക്ഷയായി അതിനെ നമുക്ക് പ്രത്യേകമായി പഠിപ്പിച്ചു തരുന്നു. അക്കാര്യം ശ്രദ്ധിക്കുക. സർവോപരി തൗഹീദ് ഒന്നുകൂടെ ഉറപ്പിക്കുക, തഖ്വ വർദ്ധിപ്പിക്കുക, ഈമാൻ കൂട്ടുക, റബ്ബുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുക. അതൊക്കെ പൈശാചിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന വഴികളാണ്. അത്തരം വഴികളെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ഒരു സുരക്ഷിതമായ ഈമാനും ശരിയായ തൗഹീദും തഖ്വയും ഉള്ളവരായി ജീവിച്ച് സ്വർഗം നേടാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.